കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പെയ്ത മഴ ഇടുക്കിയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. തുടർച്ചയായി ഉണ്ടായ റെഡ് അലേർട്ടും ടൂറിസം കേന്ദ്രങ്ങളിലെ നിരോധനവും സന്ദർശകരെ പിന്നോട്ടടിച്ചു. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സർക്കാരിനും ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഉണ്ടായത്. കനത്ത മഴ ഇടുക്കിയിലെ സമസ്ത മേഖലകളെയും പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ ടൂറിസം മേഖല വേനലവധിക്കാലത്തെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. വേനൽ മഴ ഇടുക്കിയിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വേനൽ മഴയോടൊപ്പം അപ്രതീക്ഷിതമായി എത്തിയ കാലവർഷം ആ പ്രതീക്ഷകൾ അത്രയും തകർത്തു. തുടർച്ചയായി റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇടുക്കിയിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചത്. ഇതോടെ വിദേശീയരും തദ്ദേശീയരുമായ സഞ്ചാരികൾ മൂന്നാറും വാഗമണ്ണും തേക്കടിയും ഉപേക്ഷിച്ച് മറ്റു സാധ്യതകൾ തേടി. അതിതീവ്ര മഴയുടെ സാഹചര്യം മാറി കാലാവസ്ഥ അനുകൂലമായിട്ടും സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരാൻ മടിക്കുകയാണ്. ജൂൺ പകുതിയോളം വരെ ബുക്കിംഗുകൾ ഉണ്ടായിരുന്ന സർക്കാർ സ്വകാര്യ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഇപ്പോൾ ക്യാൻസലേഷനുകളാണ് നടക്കുന്നത്. പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അടച്ചതോടെ ജില്ലയിലെ ടൂറിസം മേഖലയൊന്നാകെ പ്രതിസന്ധിയിലായി. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ മൂലം തേക്കടി ഉൾപ്പെടെ വാഗമൺ, മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ ധാരാളം ഗസ്റ്റുകൾ വരുന്നത് തമിഴ്നാട് മേഖലയിൽ നിന്നാണ്. അവിടുത്തെ അതിശക്തമായ ചൂട് മൂലം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇവിടുത്തെ പ്രകൃതിയെ ആസ്വദിക്കുവാൻ കഴിയാത്ത രീതിയിൽ പെട്ടെന്ന് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് ധാരാളം ക്യാൻസലേഷനുകൾ വരുന്നത് കാരണമാവുന്നുണ്ട്. സഞ്ചാരികൾ ഏറെ എത്തുന്ന മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. സാഹസിക വിനോദങ്ങൾക്കുള്ള നിയന്ത്രണവും തുടരുന്നു. ഓഫ് റോഡ് ട്രക്കിങ്ങുകൾക്കും ജീപ്പ് സഫാരികൾക്കും ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ പുത്തനുണർവ് ടൂറിസം മേഖലയ്ക്കുണ്ടാകൂ. അടിയന്തരമായി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിക്കാൻ ഇടപെടലുണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.